എന്തായിരുന്നു കണ്ടന്റ്? കാണിച്ചു തരാം. ഓ അപ്പൊ കൊണ്ടുവന്നിട്ടുണ്ടോ? അതിന് വലിയ ഭാരമൊന്നും ഇല്ലല്ലോ. ഓരോന്നോരോന്നിട്ട് എടുക്കാനുള്ള പരിപാടിയാണ്. ആക്ഷൻ ഇത് പറഞ്ഞിട്ടില്ലേ? മൊത്തത്തിൽ എല്ലാവരോടും വിളിയുന്നേ. അപ്പൊ ഒറ്റ അടിക്കാൻ തീരുമില്ല. വന്ന് അടുത്ത കോമഡി. ചേട്ടാ ഇപ്പൊ 43 years സിനിമ ഇൻഡസ്ട്രിയില്. ഇനി എന്താ നോക്കിട്ട് കയറി 43 വർഷം സിനിമ ഇൻഡസ്ട്രിയില് ഒരുപാട് ആഗ്രഹിച്ചിട്ട് എത്തിയ ഒരു ഫീൽഡ് ആണല്ലോ. ആരാഗ്രഹിച്ചു? സാറിന് ടോയ്ലറ്റ് പോകാൻ പറ്റുന്നുണ്ടോ? ഫേസ് വല്ലാണ്ട് ആരാഗ്രഹിച്ചു? ഞാൻ ആ സമയത്ത് ആഗ്രഹിച്ചുള്ള പോകുന്നുണ്ട്. ചേട്ടാ ഇങ്ങനെ റിപ്ലൈ തന്നാലേ ഇവരതെടുത്ത് ട്രോളാക്കിട്ട് തന്നെ ഒരു റോളാകട്ടെ. എനിക്കിപ്പോ ഒരു നിമിഷം പോലും കളയാതെ നമ്മൾ അവന്റെ ഓരോ നീക്കങ്ങളും വീക്ഷിക്കുന്നു. നമ്മൾ അവനെ ഫോളോ ചെയ്യുന്നു. എന്താ ഉറക്കം വരും. ഈ ഒരു ജേർണിയില് എന്തൊക്കെ ലെസൺസ് പഠിച്ചിട്ടുണ്ട്? പറഞ്ഞല്ലോ ഒരു അബദ്ധങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെയാണല്ലോ നിന്റെ ജീവിതം. കുറച്ച് കാര്യങ്ങൾ പറയാം. അത് കേൾക്കുമ്പോ ആദ്യം ആരെയോ ഓർമ്മ വരുന്നതെന്ന് പറഞ്ഞാൽ മതി. തന്നെ ഓർമ്മയില്ല. പഴം പുഴുങ്ങിയ ജീവിതമേ സൈക്കോളജിക്കൽ ത്രില്ലർ. എടി പെണ്ണെ, നിന്റെ ചാട്ട എങ്ങോട്ടാണെന്നൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ഊതടാ ഊത്, അടുപ്പിൽ ഊതനവന്റെ ആസ്ത്രത്തിൽ തന്നെ ഊത്. ഒറ്റെണ്ണം നേരെയാവില്ല. എല്ലാവരും അനുഭവത്തിൽ മസ്താനിക്ക് ആളെത്ര പരിചയം. എവിടെ നിന്ന് കിട്ടിയടാ ഇതിന്? ജീവിക്കായിരുന്നു ബേസിൽ ചേട്ടന്റെ ക്യാരക്ടറായിട്ട്. ബേസിന് മാത്രമല്ല, ഞങ്ങളെല്ലാവരും ജീവിക്കുകയാണ്. അതിപ്പോ ബേസിന് മാത്രമല്ലേ? കുട്ടി ഒറ്റ മോളേ ഉള്ളൂ. മതിലോ. മുഖം കണ്ടാൽ തന്നെ മനസ്സിലാവും ഒരു നുണയനാണ്. മുഖം കണ്ടാൽ എങ്ങനെ? മുഖം കണ്ട ഒരാൾ ഫ്രോഡാണോ എല്ലാം തിരിച്ചറിയാൻ പറ്റും. ഈശ്വര, ഇവിടെ ആരില്ലല്ലോ ഇതൊന്ന് പറഞ്ഞു ചിരിക്കാനായിട്ട്. വിഷമിക്കാതിരിക്കും. ഇതിലും വലുത് ഏതാണ്ട് വരായിരുന്നു. ഇങ്ങനെ തീർന്നെന്ന് കരുതിയാൽ മതി. ഏത് നുണയും വിശ്വസിക്കുന്ന ഒരു പാവം. ഞാൻ അതങ്ങനെ എനിക്കിതാ. വേറെ ഒരു വഴിയില്ല ഗായ്സ്, പെട്ടിരിക്കുകയാണ് നമ്മൾ ശരിക്കും. തൽക്കാലം ഇത്രയും മതി. വരട്ടെ. ഖത്തം. ബൈ ബൈ, ടാറ്റ, ഗുഡ് ബൈ, ഗയാ.